തരം മാറ്റിയ വനഭൂമി കണ്ടെത്തുവാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത് മറച്ചുവെച്ച് വനം വകുപ്പ് മന്ത്രിയുടെ മറുപടി. കെ രമ MLAയുടെ ചോദ്യത്തിനാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടില്ല എന്ന് വനവകുപ്പ് മന്ത്രി മറുപടി നൽകിയത്. എന്നാൽ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സർക്കാർ തന്നെ ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ഇടുക്കി വിഷന് ലഭിച്ചു. ഇടുക്കി വിഷൻ ബ്രേക്കിംഗ്. കഴിഞ്ഞ 12-ാം തീയതിയായിരുന്നു കെ രമ 3 ചോദ്യങ്ങൾ ഉന്നയിച്ചത്. സർക്കാർ രേഖകളിൽ വനഭൂമി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതും നിലവിൽ മറ്റ് ആവശ്യങ്ങൾക്കായി പരിവർത്തനം ചെയ്തിട്ടുള്ളതുമായ വനഭൂമി കണ്ടെത്തുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടോ? സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി എന്നുവരെയാണ്. സമിതിയുടെ പ്രവർത്തനം എന്ന് തുടങ്ങും? ആരൊക്കെയാണ് വിദഗ്ധ സമിതി അംഗങ്ങൾ എന്നിവയായിരുന്നു നക്ഷത്ര ചിഹ്നമിടാത്ത എഴുതി നൽകിയ ചോദ്യങ്ങൾ. വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടില്ലെന്ന മറുപടിയാണ് മന്ത്രി AK ശശീന്ദ്രൻ നൽകിയത്. എന്നാൽ മന്ത്രിയുടെ മറുപടി പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ ഇറക്കിയ ഉത്തരവ് ഇടുക്കി വിഷന് ലഭിച്ചു. മെയ് 16-നാണ് ഫോറസ്റ്റ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ, അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് ഡയറക്ടർ, നിയമവകുപ്പ് ജോയിന്റ് സെക്രട്ടറി എന്നിവരെ വിദഗ്ധ സമിതി അംഗങ്ങളായി നിയോഗിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. ഇതാണ് വനം വകുപ്പ് മന്ത്രി തന്നെ മറച്ചുവെച്ച് മറുപടി നൽകിയത്. കേന്ദ്ര സർക്കാരിൻ്റെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 2023 ഭേദഗതിയുടെ ഭാഗമായാണ് വിദഗ്ധ സമിതിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചത്. 1980 കേന്ദ്ര വനസംരക്ഷണ നിയമത്തിലാണ് 2023 ഭേദഗതി. 80 നിയമത്തിൽ 1980 സെപ്റ്റംബർ 25 ശേഷമുള്ള വനഭൂമി തരംമാറ്റം നിയമവിരുദ്ധമാണ്. ഇത് ഭേദഗതി ചെയ്ത 96 വരെയുള്ള വനഭൂമി തരംമാറ്റൽ നിയമത്തിന് വിധേയമാക്കി. ഇതോടെ കേരളത്തിലെ മലയോര മേഖലകളിലെ കാലങ്ങളായി നിലനിന്നിരുന്ന വലിയ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നിരിക്കവെയാണ് ഇതിനായി നിയോഗിച്ച വിദഗ്ധ സമിതിയെപ്പോലും വകുപ്പ് മന്ത്രി മറച്ചുവെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.